നാട്ടിലെ മുഹമ്മദ് അലിഖാന്റെ ചായക്കടയിൽ വാസുവേട്ടനും പൗലോസേട്ടനും മോയിൻകുട്ടി കാക്കയും ഒന്നിച്ചിരുന്നുകൊണ്ട് നാട്ടുവർത്തമാനങ്ങൾ പറയുന്ന ഒരു ശീലമുണ്ട്. അതിൽ പ്രാദേശിക മുതൽ അങ്ങ് അന്തർദേശീയ കാര്യങ്ങൾ വരെ ഉൾക്കൊള്ളാറുണ്ട്. ഇത്തരം കാഴ്ച കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളിൽ നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, വായനശാലകളും ഗ്രന്ഥശാലകളും ക്ലബ്ബുകളുമൊക്കെ സജീവമായിരുന്ന ഒരു കാലം, ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളും പരാതികളുമൊക്കെ ചർച്ച ചെയ്തിരുന്ന ഒരു കാലം. അത്തരം പൊതു ഇടങ്ങൾ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ഓരോരുത്തരും അവനവനിലേക്ക് ഒതുങ്ങുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ഇത്തരം പൊതു ഇടങ്ങളുടെ പുനരാവിഷ്കരണം പുതിയ രൂപത്തിലും ഭാവത്തിലും നടക്കേണ്ടത് അനിവാര്യമാണ്. ഒരു നാട്ടിലെ ജനങ്ങൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകളായിരിക്കണം പുതിയ കാലഘട്ടത്തിൽ സമൂഹത്തെ നയിക്കേണ്ടത്. ഒരു സമൂഹത്തെ പൗരബോധമുള്ള മൂല്യബോധമുള്ള സമൂഹമാക്കി വളർത്തിയെടുക്കുന്നതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. അതിനപ്പുറത്ത് സമൂഹത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും, ലഹരി അടക്കം, അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സമൂഹത്തെ ആ വിഷയത്തിൽ ബോധവൽക്കരിക്കാനും വളർത്തിയെടുക്കാനും റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കഴിയുന്നതാണ്. വളരുന്ന പുതിയ തലമുറയ്ക്ക് ദിശാബോധം നൽകുവാനും ഡിജിറ്റൽ തലമുറയെ കുറ്റം പറയാതെ അവർക്ക് വളരാൻ വേണ്ട സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കുവാനും റെസിഡൻസ് അസോസിയേഷനുകൾക്ക് സാധിക്കണം. അതിനപ്പുറത്ത് കേവലം ദിനാചരണങ്ങളിൽ മാത്രം ഒതുങ്ങാതെ റെസിഡൻസ് അസോസിയേഷനുകൾ ഇത്തരം ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോൾ സമൂഹത്തിൽ ഛിദ്രതയും വെറുപ്പും വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ ജനങ്ങളുടെയും ഒരു ഒരുമ, കൂട്ടായ്മ നിലനിർത്താൻ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിലൂടെ നമ്മുടെ കേരളത്തെ നമുക്ക് പതിവിലും ശക്തിയിൽ നിലനിർത്താൻ, ഇതിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷം കാത്തുപിടിക്കാനും ഒക്കെ ഈ അർത്ഥത്തിൽ കഴിയും. നാടോടുമ്പോൾ നടുവേ ഓടാൻ സമൂഹത്തെ പഠിപ്പിക്കാൻ, പരിശീലിപ്പിക്കാൻ റെസിഡൻസ് അസോസിയേഷനുകൾ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്.